ദേശീയപാതാ വികസനം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നത് ശരിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായി ദേശീയപാതയുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോവുക. ഇതിൽ ഒരു കാര്യം കാണേണ്ടത്, നമ്മുടെ ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ, അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വാഭാവികമായും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ അതും ദേശീയപാത അതോറിറ്റിയായിട്ട് കൂടുതൽ ചർച്ചകൾ നടത്താൻ പോവുകയാണ്. ഗവൺമെൻറ് അതിൻ്റെ മറ്റ് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നിട്ടുള്ള വർക്ക് മറ്റ് വീഴ്ചകളില്ലാതെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നത്. സർക്കാർ ക്ഷേമ പെൻഷനുകൾ കൂട്ടി അതുപോലൊപ്പം തന്നെ കൃത്യമായി കൊടുത്തു കഴിഞ്ഞു. പക്ഷേ സർക്കാരിന്റെ നേരത്തെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതി. അതേക്കുറിച്ച് ഈ സമയത്ത് എന്തെങ്കിലും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? 4ാം വാർഷിക ഞങ്ങൾ സാധാരണ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കാറാണ് ശീലം. പക്ഷെ ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അതേതായാലും നടപ്പാക്കാനുള്ളൊരു പദ്ധതി തന്നെയാണ്. പ്രസിഡന്റ് പറഞ്ഞത് താങ്കളെയും സർക്കാരിനെ പുറത്താക്കിയിട്ടാണ് അദ്ദേഹം അടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ KPCC പ്രസിഡന്റ് പുറത്തായി, UDFന്റെ കൺവീനറും മാറ്റി. എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ ഈ അവസ്ഥയെ കാണുന്നത്? അല്ല, അത് അവരുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ. ഇപ്പൊ കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ എടുത്താൽ കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ സഹായകമായ നിലപാടല്ല പ്രതിപക്ഷം പൊതുവെ സ്വീകരിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന, അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയായിരുന്നു വേണ്ടത്. ആ ഘട്ടത്തിലൊന്നും അതിനവർ തയ്യാറായില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഒന്നിച്ച് അത്തരം പ്രതിഷേധങ്ങൾ ഉയർത്തുന്നതിന് തയ്യാറായില്ല. സമാന്തരമായി പ്രതിപക്ഷം അത്തരം നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. 2016 മുതൽ 2021 വരെയുള്ള ആ കാലയളവിൽ സംഭവിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുള്ളതാണല്ലോ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ ലോക്സഭയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തുന്ന കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിനെതിരായുള്ള നിലപാട് സ്വീകരിക്കുന്ന നിലയായിരുന്നു UDF പൊതുവിലെടുത്തിരുന്നത്. ഇപ്പം ചെറിയൊരു മാറ്റം അതിന് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദുരന്തഘട്ടത്തിലൊക്കെ ഒന്നിച്ച് നിൽക്കാനും ശബ്ദമുയർത്താനും ഒക്കെ തയ്യാറായി എന്ന ഭാഗം കാണാതെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ വലിയ ദുരന്തഘട്ടത്തിൽ കേരളത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്ന നില സ്വീകരിച്ചു. മാത്രമല്ല, കേരളത്തെ സഹായിക്കാത്തതിനെതിരെ കേരളം വലിയ തോതിൽ ശബ്ദിക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രവർത്തനവും നടത്താൻ പ്രതിപക്ഷം തയ്യാറായില്ല. ആ ഘട്ടത്തിലൊക്കെ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന സമീപനമായിരുന്നു എടുത്തത്. അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലുള്ള കാലയളവ് പ്രത്യേകം ശ്രദ്ധിച്ചാൽ കാണാൻ നമുക്ക് കഴിയും. അങ്ങനെയൊരു നിലപാടാണ് എടുക്കുന്നത്. ഇപ്പോൾ രണ്ടു കൂട്ടരും ഒത്തുചേർന്നുകൊണ്ട് LDFനെയും LDF സർക്കാരിനെയും ആക്രമിക്കുന്നൊരു നില എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ആ ഘട്ടത്തിൽ എത്തിച്ചേർന്നത്. അതിൻ്റെയൊക്കെ സ്വാഭാവിക പരിണാമങ്ങൾ ഓരോ പാർട്ടിക്കും സംഭവിക്കുമെന്ന് കണ്ടാൽ മതി. നമ്മൾ അത്രയും അതിനെപ്പറ്റി കാണേണ്ടതുണ്ട്.